ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. ജീവിത ലക്ഷ്യം ഉലഞ്ഞു പോകുന്ന സാഹചര്യങ്ങളിൽ നിന്ന് നമ്മുടെ ശ്രദ്ധയെ തിരിച്ചുവിടേണ്ടതായിട്ടുണ്ട്. ചെറിയ ഒരു കാരാഗൃഹത്തിൽ കിടന്നുകൊണ്ട് ഒന്ന് നിവർന്നു നിൽക്കുവാൻ സാഹചര്യമില്ലാത്ത സ്ഥലത്ത് നിന്നുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുവിൻ. സുഖസൗകര്യങ്ങളുടെ ഒരു സന്തോഷമോ ഒരു രോഗം സൗഖ്യമാകുമ്പോൾ ഉണ്ടാകുന്ന ഭൗതിക തലത്തിലെ സന്തോഷമോ അല്ല, ക്രിസ്തുവിൽ വ്യക്തിപരമായി അനുഭവിക്കുന്ന ഒരു സന്തോഷമാണത്. മറ്റൊരർത്ഥത്തിൽ സുരക്ഷിതത്വമാണത്. ക്രിസ്തുവിൽ ഞാൻ സുരക്ഷിതനാണ്, സുരക്ഷിതയാണ് എന്നുള്ള ചിന്ത നമ്മിലുണ്ടാകണം. നിന്റെ നാളുകളെയും മണിക്കൂറുകളെയും അവൻ അറിയുന്നു. അതുകൊണ്ട് പാതി വഴിയിൽ അവൻ നിന്നെ ഉപേക്ഷിക്കില്ല. പ്രതിസന്ധികളും പ്രതികൂലങ്ങളും നിന്റെ ജീവിതത്തിൽ ഒരത്ഭുതമാക്കി തീർക്കുവാൻ കഴിയുന്നവനിലാണ് നീ ഇപ്പോൾ ആശ്രയിക്കുന്നത്. ഇസ്രായേൽ ജനം ജയിച്ചത് തങ്ങളുടെ ഭുജം കൊണ്ടല്ല, വാളുകൊണ്ടല്ല. ദൈവത്തിൻ്റെ മുഖപ്രകാശവും അവൻ്റെ പ്രീതിയും ആ ജനതയുടെ മേലുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ പ്രതീക്ഷ നിന്റെ മേലുണ്ടെങ്കിൽ ചിന്തിക്കുന്നതിലും അപ്പുറമായ നിലയിൽ നിന്റെ ജീവിതത്തെ ഒരനുഗ്രഹമാക്കി മാറ്റും. ദൈവത്തിൻ്റെ കരുണ നിന്റെ മുൻപിൽ തീർന്നു പോകുന്നതല്ല. ആ കരുണ അനുഭവിച്ചവരാണ് പഴയ നിയമത്തിലെ അബ്രഹാം തുടങ്ങി അവൻ്റെ സകല സന്തതികളും. ഒടുവിൽ കർത്താവിൻ്റെ അമ്മയും ആ കരുണ അനുഭവിച്ചറിഞ്ഞു. ഈ പ്രഭാതത്തിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കെല്ലാം ദൈവമായിരിക്കട്ടെ, ദൈവ സാന്നിധ്യമായിരിക്കട്ടെ. നിങ്ങൾ ഒറ്റയ്ക്കല്ല, അവൻ നിന്നെ തനിച്ചാക്കി വിടില്ല. യേശു പറഞ്ഞ ഒരു വാക്കുണ്ട്, എൻ്റെ പിതാവ് എന്നെ ഏകനായി വിട്ടിട്ടില്ല, നിങ്ങളെയും അവൻ ഏകനായി വിടില്ല. ഞാൻ നിങ്ങളെ അനാഥരായി വിടില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല എന്ന് പറഞ്ഞ കർത്താവ് നിന്റെ കൂടെയുണ്ട്. സങ്കീർത്തനം 90:14. കാലത്തു തന്നെ ഞങ്ങളെ നിന്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ, എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും ഞങ്ങൾ ഘോഷിച്ചാനന്ദിക്കും. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.